നമസ്കാരം. യുവതിയെ വിളിച്ചു വരുത്തി കഴുത്തിൽ കുരുക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതി മരിച്ചു. വെള്ളിയാഴ്ച രാവിലെയാണ് തടമ്പാട് താഴം പീസ് ഗാർഡനിൽ പി വൈശാഖനെ വിഷം കഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇയാൾക്ക് ജാമ്യം കിട്ടിയിരുന്നു. ജനുവരി 24-നായിരുന്നു മോരിക്കരയിലെ വൈശാഖന്റെ ഐഡിയൽ ഇൻഡസ്ട്രിയൽ എന്ന സ്ഥാപനത്തിനുള്ളിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കെട്ടിത്തൂക്കി കൊലപ്പെടുത്തുകയായിരുന്നു. വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു യുവതിയും വൈശാഖനും. വിവാഹം ചെയ്യണമെന്ന് യുവതി ആവശ്യപ്പെട്ടു. തുടർന്ന് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല, ഒരുമിച്ച് മരിക്കാമെന്ന് ഇരുവരും തീരുമാനമെടുത്തു. അങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തി. തുടർന്ന് ജ്യൂസിൽ മയക്കുമരുന്ന് നൽകി കഴുത്തിൽ കുരുക്കിട്ട് സ്റ്റൂൾ തട്ടിമാറ്റി യുവതിയെ കൊലപ്പെടുത്തി. മരണശേഷം യുവതിയെ വൈശാഖൻ പീഡിപ്പിച്ചു. ഇയാൾക്കെതിരെ പോക്സോ കുറ്റവും ചുമത്തിയിരുന്നു. 2 പേർക്കും മരിക്കാനായി ഒരേ കയറിൽ 2 കുരുക്കുകൾ ഇയാൾ തയ്യാറാക്കിയിരുന്നു. യുവതി ഇത് വിശ്വസിച്ചു. യുവതിയെ വിശ്വസിപ്പിക്കാൻ കുറഞ്ഞ അളവിൽ ഉറക്ക ഗുളിക കലർത്തിയ ജ്യൂസ് വൈശാഖൻ കുടിക്കുകയും ചെയ്തു. യുവതിക്ക് കൂടുതൽ അളവിൽ ഉറക്ക ഗുളിക കലർത്തിയ ജ്യൂസ് നൽകി. തുടർന്ന് കുരുക്കിൽ തലയിടാൻ നിർബന്ധിച്ചു. യുവതി ഇതിന് വിസമ്മതിക്കുകയായിരുന്നു. തുടർന്ന് നിർബന്ധിച്ച് സമ്മതിപ്പിച്ചു. തുടർന്നാണ് ഈ കൊലപാതകം നടത്തിയത്. ഇയാൾ മനഃപൂർവ്വം സ്റ്റൂൾ തട്ടിമാറ്റുകയായിരുന്നു. യുവതിയുടെ മരണം ഉറപ്പുവരുത്തിയ ശേഷം മൃതദേഹത്തെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു. പിന്നീട് യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യയെ ഇയാൾ ആ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയും ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ യുവതിയുടെ ബാഗിൽ നിന്ന് ലഭിച്ച ഡയറിക്കുറിപ്പ് വൈശാഖന് ഇത്തരത്തിൽ തിരിച്ചടിയായി മാറുകയായിരുന്നു. അതേസമയം ആ ഒരു ഡയറിക്കുറിപ്പിൽ യുവതി എഴുതി വച്ചിരുന്നത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി വൈശാഖനായിരിക്കുമെന്നായിരുന്നു. കൂടാതെ 16 വയസ്സുള്ളപ്പോൾ മുതൽ വൈശാഖൻ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയിരുന്നതായും യുവതി പറയുന്നുണ്ട്. എന്തായാലും ചോദ്യം ചെയ്യലിൽ +2 ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ പീഡനം തുടങ്ങിയതായി ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. പോക്സോ വകുപ്പുകളും ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നു. എന്തായാലും ജാമ്യം കിട്ടി പുറത്തു വന്നതോടെയാണ് ഇത്തരത്തിൽ ഇയാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. വളരെ ചെറുപ്പം തൊട്ടേ വൈശാഖന് യുവതിയെ അറിയാമായിരുന്നു. അവർ പ്രണയത്തിലാവുകയും ചെയ്തു. പിന്നീടാണ് ഇത്തരത്തിൽ പീഡനങ്ങൾ നടന്നത്. അതേസമയം വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു. പിന്നീട് ഇയാൾ മറ്റൊരു വിവാഹം കഴിക്കുകയായിരുന്നു. ആ വിവാഹം കഴിച്ചപ്പോൾ തന്നെ ഇരുവരും നല്ല രീതിയിൽ ഉടക്കായിരുന്നു. പക്ഷേ പിന്നീടും ഈ ബന്ധം തുടർന്നു പോന്നു. എന്നാൽ പിന്നീട് യുവതിയെ വിവാഹം കഴിക്കാമെന്ന് ഇയാൾ ഉറപ്പു നൽകുകയും ചെയ്തു. ഒടുവിലാണ് ഇയാൾ യുവതിയെ മനഃപൂർവ്വം ഒരു സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തിയതും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല, നമുക്ക് ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ അത് വിശ്വസിച്ചായിരുന്നു യുവതി അവിടേക്ക് എത്തിയതും ഇയാൾ മനഃപൂർവ്വം കൊലപ്പെടുത്തിയതും. എന്നാൽ കൊലയ്ക്ക് ശേഷവും ഇയാൾ വളരെ മാരകമായ ലൈംഗിക അതിക്രമമാണ് യുവതിയോട് കാണിച്ചത്. ഒടുവിൽ താൻ രക്ഷപ്പെടും എന്ന് ഉറപ്പിച്ചായിരുന്നു സ്വന്തം ഭാര്യയെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതും. പക്ഷേ അതിനകത്ത് കണ്ട, അതായത് യുവതിയുടെ ബാഗിൽ അയാൾക്ക് വേണ്ട തെളിവുകളെല്ലാം ഉണ്ടായിരുന്നു. ഒടുവിൽ പോലീസ് ഇയാളാണ് പ്രതിയെന്ന് കണ്ടെത്തുകയായിരുന്നു.